ഏവർക്കും അച്ചായൻസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സ്കോച്ച് എഗ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ തലശ്ശേരി തേങ്ങമുറി എന്നൊക്കെ ഇതിന് പറയും. മുട്ട വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നാക്സാണ്. ചായയോടൊപ്പം നമുക്ക് കഴിക്കാവുന്ന ഒരു അടിപൊളി നല്ലൊരു വെറൈറ്റി സ്നാക്സ്. മുട്ടയുടെ മുകളിൽ ഒരു റാപ്പിംഗ് കൂടി ഉണ്ടാവും. അത് മുറിച്ച് കഴിഞ്ഞാൽ അകത്ത് മുട്ടയുടെ ഭാഗം വെളുത്തും പുറത്ത് ഇത്തിരി ഡാർക്കായിട്ട് ഇരിക്കുമ്പോൾ തേങ്ങ മുറിച്ചിരിക്കുന്നത് പോലെ ആണ് തോന്നുക. അതുകൊണ്ടാണ് അതിനെ തലശ്ശേരി തേങ്ങമുറി എന്നൊക്കെ വിളിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ 2 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ഇതിനെ നമുക്ക് പൊതിഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ചിക്കനാണ്. അരച്ച ചിക്കനാണ്. എല്ലില്ലാത്ത ചിക്കൻ മേടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്താൽ മതി. ഞങ്ങൾക്ക് ഇവിടുന്നത് അരച്ച ചിക്കൻ ഇതുപോലെ തന്നെ മേടിക്കാൻ കിട്ടും. ഇതിലോട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1-2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുത്ത ഈ ഒരു ചിക്കൻ്റെ മിക്സ് കുറച്ചെടുത്ത് ഇതിന് കയ്യിൽ വെച്ച് നല്ലവണ്ണം അതിലോട്ട് പുഴുങ്ങിയ മുട്ട വെച്ച് ഇതിനെ മൊത്തത്തിൽ പൊതിഞ്ഞ് ഒരു തേങ്ങയുടെ പോലെ അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കുക. ഈ കാണിച്ചിരിക്കുന്നത് പോലെ അങ്ങനെ 2 മുട്ടയും ഇതുപോലെ ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ 1 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും. നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ മുട്ടയും ആദ്യം ഈ വെള്ളയിൽ മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസ് മൊത്തത്തിൽ പൊതിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. മുഴുവനായിട്ട് മുക്കിയല്ല നമ്മൾ പൊരിക്കുന്നത്, അതുകൊണ്ടൊരു പകുതി മുങ്ങാവുന്ന അല്ലെങ്കിൽ കാഭാഗം മുങ്ങാവുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലോട്ട് നമ്മളുണ്ടാക്കി വെച്ച മുട്ടകൾ അതിലോട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ഫ്രൈ അല്ലെങ്കിൽ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സ്കോച്ച് എഗ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് മുറിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. ഒരു നാളികേരം മുറിച്ച് വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ല ചായയുടെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു ഒന്നാന്തരം സ്നാക്സാണ്. ഇതാരെങ്കിലും പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.